മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലെ ചെങ്കൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗത്തിനാൽ വളരെ പ്രസിദ്ധമാണ്. 111 അടി ഉയരമുള്ള ശിവലിംഗം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വരെ ഇടം നേടിയിട്ടുണ്ട്. കർണാടകയിലെ കോടിലിംഗേശ്വര ക്ഷേത്രത്തിലെ 108 അടി ഉയരമുള്ള ശിവലിംഗമായിരുന്നു മുമ്പ് രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം. എന്നാൽ അതെല്ലാം മറികടന്നാണ് ചെങ്കലിലെ ശിവലിംഗം ഇപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുന്നത്. 6 വർഷമെടുത്താണ് ഈ ശിവലിംഗം പൂർത്തിയാക്കിയത്. 2012 ശിവലിംഗത്തിന്റെ പണി ആരംഭിച്ചത്. കാശി, ഋഷികേശ്, ഗംഗോത്രി, രാമേശ്വരം, ധനുഷ്കോടി, ബദരീനാഥ്, ഗോമുഖ്, കൈലാസം തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിൽ നിന്നുള്ള വെള്ളവും മണ്ണും നിർമ്മാണ വസ്തുക്കളിൽ കലർത്തിയിരുന്നു. 8 നിലകളാണ് ഈ ശിവലിംഗത്തിന് ഉള്ളത്. അവയിൽ 6 മനുഷ്യ ശരീരത്തിലെ 6 ചക്രങ്ങളെയോ ഊർജ കേന്ദ്രങ്ങളെയോ പ്രതിനിധീകരിക്കുന്നു. ഭക്തർക്കും തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും അതത് ചക്രങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നതിനായി 6 ധ്യാന ഹാളുകളും ഇവിടെയുണ്ട്. 1-ാം നിലയിൽ 108 ശിവലിംഗങ്ങളെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇവിടെ ഭക്തർക്ക് അഭിഷേകം അർപ്പിക്കാനുള്ള സൗകര്യവുമുണ്ട്. ശിവലിംഗത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്കുള്ള പാത ഹിമാലയത്തിലെ 7 കുന്നുകളെ പ്രതീകപ്പെടുത്തുന്നു. ഏറ്റവും മുകളിൽ ചെന്നാൽ കാണാൻ കഴിയുക കൈലാസമാണ്. മഞ്ഞുമൂടിയ അന്തരീക്ഷത്തിൽ 1000 ഇതളുകളുള്ള താമരയുടെ കീഴിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന തൂവെള്ള നിറത്തിലുള്ള ശിവന്റെയും പാർവതിയുടെയും വിഗ്രഹമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. ആദ്യത്തെ നില തറനിരപ്പിൽ നിന്നും താഴെയാണ്. മൂലാധാരത്തിൽ വിനായകൻ കുടികൊള്ളുന്നു. സരസ്വതിയും ബ്രഹ്മാവും പ്രധാന പ്രതിഷ്ഠകളാണ് ഇവിടെ. ശിവന്റെ 64 മൂർത്തിഭാവങ്ങളാണ് മഹാശിവലിംഗത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പരശുരാമൻ 108 ശിവാലയങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് ഐതിഹ്യം. ഈ ഐതിഹ്യത്തെ സൂചിപ്പിക്കുന്നതാണ് ഇവിടുത്തെ 108 ശിവലിംഗങ്ങൾ. ഓരോ നിലയുടെയും മധ്യഭാഗം ശൂന്യമായി ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഭക്തർക്കിരുന്ന് ധ്യാനിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓരോ നിലകളിലും ഓങ്കാരം ധ്വനി മുഴങ്ങുന്നു. ഓരോ നിലയിലും വ്യത്യസ്തമായ ദേവതാ ഭാവങ്ങളുമുണ്ട്. വശങ്ങളിൽ ഋഷീശ്വരന്മാരുടെ രൂപങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട്. ഉള്ളിൽ അഗസ്ത്യ മുനിയുടെ പ്രതിഷ്ഠയും കാണാം. 111 അടി ഉയരമുള്ള ശിവലിംഗത്തിന് മുകളിലായാണ് ഹനുമാൻ പ്രതിഷ്ഠ. 64 അടി നീളമാണ് ഈ ഹനുമാൻ പ്രതിഷ്ഠയ്ക്ക്. ശിവലിംഗത്തിലൂടെ കടന്ന് മുകളിൽ കയറി ഹനുമാൻ പ്രതിഷ്ഠയ്ക്കുള്ളിലൂടെ കടന്ന് പുറത്തിറങ്ങാൻ സാധിക്കും. വൈകുണ്ഠം, ദേവലോകം എന്ന പേരിൽ ഒരുക്കിയിട്ടുള്ള കെട്ടിടങ്ങളിൽ ശയന ഗണപതി, അഷ്ടലക്ഷ്മി ഉൾപ്പെടെ നിറയെ കാഴ്ചകളാണ്. മഹാശിവലിംഗത്തിൽ നിന്നിറങ്ങിയാൽ പിന്നെ ചെന്നെത്തുന്നത് ചുറ്റമ്പലത്തിലേക്കാണ്. ശിവഭാവങ്ങളെ പ്രതിനിധീകരിച്ച് 12 ജ്യോതിർലിംഗ പ്രതിഷ്ഠകളാണ് ഇവിടെ കാണാൻ സാധിക്കുക. ചുറ്റമ്പലം കടന്ന് പടിഞ്ഞാറേ കോണിലാണ് ഗണപതി ക്ഷേത്രം. സ്വയംഭൂവായ ശിവപാർവതി പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിൽ ഗണപതിക്ക് ഏറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഗണേശന്റെ 32 ഭാവങ്ങളിലുള്ള വിഗ്രഹങ്ങൾ ഒരൊറ്റ മേൽക്കൂരയ്ക്കുള്ളിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ബാലഗണപതി മുതൽ യോഗ ഗണപതി വരെ. ഇന്ത്യയിൽ തന്നെ അപൂർവമാണ് നിത്യപൂജയുള്ള 32 വിഗ്രഹങ്ങളോട് കൂടിയ ഇങ്ങനെയൊരു ക്ഷേത്രം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാത്രമല്ല, വിദേശത്തു നിന്ന് പോലും നിരവധി ആളുകളാണ് ഈ ക്ഷേത്രത്തിലെ അത്ഭുതങ്ങൾ കാണാൻ ഇവിടെ എത്തിച്ചേരുന്നത്.